പാകിസ്ഥാനിലേക്ക് എണീറ്റ് പോടാന്ന് പറഞ്ഞത് ജനിച്ച വീണ മണ്ണിന്ന് പോണെന്ന് പറഞ്ഞതാ. പക്ഷെ ഇങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാള് വിശ്വസിക്കുന്ന മതത്തിന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടാണ് നിങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞത്. ഞങ്ങൾ എണീറ്റ് പോടാന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഇവിടുത്തെ ഈ മണ്ണ് നമുക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ എണീറ്റ് പോടാന്നൊന്നും ഇവിടെ ആരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയാണ്. ഓക്കെ, അതായത് മതവിശ്വാസമുള്ള ആർട്ടിക്കിൾ 25 എടുത്ത് വായിക്കൂ. അതുപോലെ ആർട്ടിക്കിൾ 19 ഫ്രീ സ്പീച്ച്. ആർട്ടിക്കിൾ 19 എന്താ ഫ്രീ സ്പീച്ച് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഇല്ലേ? അത് പറഞ്ഞൂടെ? വിശ്വാസികൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ പറയും നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ എണീച്ചു പോകാൻ പറയരുത്. അപ്പൊ അത് പറഞ്ഞ ആളുകളുണ്ട്, നിങ്ങൾ അതിനെ അനുകൂലിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏത് തന്നെയായാലും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യത ഇല്ല എന്നാണ് പറയുന്നത് ഇസ്ലാം മത വിശ്വാസം പറയുന്നത്. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലേ? സ്ത്രീ പുരുഷ തുല്യത ഉണ്ട്. ഇല്ല. സ്ത്രീയുടെ സ്വത്തവകാശം പുരുഷന്റെ പകുതിയാണ്. നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? എനിക്ക് അത്ര വിദ്യാഭ്യാസം ഞാൻ 10ലെത്തിട്ടോ. അപ്പൊ അത് പഠിപ്പിച്ചു നമ്മൾ ചെയ്യുന്നത്. അത് പഠിപ്പിച്ചു തരാണ് നമ്മൾ. അത് പഠിച്ചിട്ട് വരും. വേണ്ടേ? പകുതിയേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ? ചോദ്യം മനസ്സിലായില്ല. ഒരു സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്റെ സ്വത്തിന്റെ പകുതിയുള്ള അവകാശമേ ഉള്ളൂ സ്ത്രീക്ക് ലഭിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീനെ അത് നിങ്ങൾ ഓക്കെ ആണോ? അത് മതിയോ? അത് ഓക്കെ ആണോ? അതിൽ തുല്യതയുടെ പ്രശ്നം വരുന്നില്ലേ? ഇല്ല. കാരണം വരുന്നില്ല.